ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദീപാസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുകയാണ്. ഇന്ന് ഞാനിവിടെ വന്നേക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു രസം. നമുക്കതൊന്ന് തയ്യാറാക്കി നോക്കിയാലോ? അതിനായി ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 5 വറ്റൽമുളക് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കോരിയെടുക്കാം. ഇതേ എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ. 1/2 ടീസ്പൂൺ കടുക്. ഇതേപോലെ കുറച്ച് വാളംപുളി എടുത്ത് നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാവേ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് പുളിയെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വറുത്ത വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വറുത്ത് കിട്ടിയത് കൊണ്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാൻ പറ്റുവേ. ഇതേ രീതിയിൽ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഒരു 7 അല്ലി വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഒരു കഷ്ണം കായം കൂടെ ചേർക്കുകയാണേ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. കായമൊക്കെ ഒന്ന് ഉടച്ച് ചേർക്കുകയാണേ. നല്ല കായത്തിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഇനി നമ്മുടെ ഈ മിക്സും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. പഴയ കാലത്തുള്ളവരെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന നല്ലൊരു രസമാണിത്. ഇപ്പോഴാണിപ്പോൾ വെറൈറ്റി രസങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു രസത്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണേ. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പും പുളിയും എല്ലാം പാകത്തിനാണോ എന്ന് നോക്കാം. നല്ലൊരു മണം വരുന്നുണ്ട് ഫ്രണ്ട്സ്. രസത്തിൻ്റെ വീട് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ് ഈ മണം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു രസമാണേ. ചൂടോടെ ഈ രസവും ചോറും ഒന്നും പറയണ്ട ഫ്രണ്ട്സ്, നല്ല അടിപൊളിയാണേ. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇടുവാണേ. ഇതിനി ഒന്ന് നല്ലതുപോലെ തിളച്ച് വരട്ടെ. ഫ്രണ്ട്സ്, നമ്മുടെ രസം റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാവല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസമാണേ. പിന്നെ ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.